ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മാങ്ങയുടെ സീസണൊക്കെ തുടങ്ങിയല്ലോ. നമുക്കിന്നൊരു മാങ്ങാ പച്ചടി ആയാലോ? അതിനുവേണ്ടി ആദ്യം മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് നമ്മളൊരു ചോപ്പറിലിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും. അന്നേരത്തേക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞാലും മതി. അത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ചോപ്പറിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോളയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മാങ്ങ ക്രഷ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ച് അതൊന്ന് അരിഞ്ഞെടുക്കുന്നു. ആ മാങ്ങയുടെ അതേ സൈസിൽ തന്നെ അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്ത് ഇത് രണ്ടും കൂടെ നമ്മളൊരു ബൗളിലേക്ക് ഒരുമിച്ചാക്കി കുറച്ച് നേരം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമ്മളത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. അത് ഒരു 10 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ബൗളെടുത്ത് അതിലേക്ക് ഒരു 5 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ കടുക്, 1/2 മുറി തേങ്ങ. മാങ്ങയുടെ പുളി അനുസരിച്ച് തേങ്ങയിൽ വ്യത്യാസം വരുത്തണം. തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നവരും ഉണ്ട്. പക്ഷേ നമ്മളിവിടെ തേങ്ങ അരച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഇത് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള പച്ചടിയാണ്. അത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഇതുപോലെ അരഞ്ഞ് കിട്ടണം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടുകിടുന്നു. ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ കടുകിട്ട് ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് അതിലേക്ക് അതൊന്ന് മൂത്ത് വരണം. ആ ചെറുള്ളി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും നമ്മൾ ചുവന്ന മുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചുവന്ന മുളക് 3ആയി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാനായിട്ട്. 2 മിനിറ്റും കൊണ്ട് അതിൻ്റെ പച്ചമണം മാറി കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ ആ കൂട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് അതൊന്ന് ആ മാങ്ങ വേകേണ്ട ആവശ്യമില്ല. മാങ്ങ അത് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു 2 മിനിറ്റ് ആ അരപ്പിൻ്റെ അകത്ത് കിടന്ന് അതൊന്ന് വരണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ജാറ് കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു. പിന്നെ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മളിത്. കാരണം ഇത് പിന്നെ കൂടുതൽ തിളപ്പിക്കുന്നില്ലാത്തത് കൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മൊത്തം 2 കപ്പ് ചെറിയ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.